ശിവരാത്രി വ്രതം വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ വ്യാഴാഴ്ച മുതൽ തന്നെ വ്രതാരംഭമാണ്. അതായത് തലേ ദിവസം തന്നെ രാവിലെ വീടൊക്കെ കഴുകി ശുദ്ധിയാക്കി വ്രതമെടുക്കുന്നവരും ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കത്തിച്ച് ശിവഭജനം നടത്തേണ്ടതാണ്. അന്ന് ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ച് രാത്രിയിൽ പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലുമോ ഭക്ഷിക്കാവുന്നതാണ്. ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ കൂവളത്തില സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദളമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രീതികരമായ വഴിപാടാണ്. ഈ കൂവളത്തില പറിക്കുന്നത് ശിവരാത്രി അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഈ കൂവളത്തില പറിച്ചു വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരിക സ്ഥിതി അനുവദിക്കാത്തവർക്ക് വേണമെങ്കിൽ ഒരു നേരം അരിയാഹാരം കഴിക്കാം. ആ ഒരു നേരം കഴിക്കുന്ന അരിയാഹാരം ശിവക്ഷേത്രത്തിലെ നേദ്യച്ചോറായിരിക്കുന്നതാണ് ഉത്തമം. പൂർണ്ണമായും ഉറക്കമൊഴിക്കുക എന്നുള്ളതാണ് ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പകലും രാത്രി